നമസ്കാരം. ഇന്ത്യയിലേക്ക് വരികയായിരുന്ന തായ്ലൻഡ് ചരക്ക് കപ്പലിന് നേരെ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ആക്രമണം. ഗുജറാത്ത് ലക്ഷ്യമാക്കി വന്ന കപ്പലിന് നേരെ ബുധനാഴ്ച അജ്ഞാത മിസൈൽ ആക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ തീപിടുത്തമുണ്ടായി. ഒമാന്റെ വടക്കൻ തീരത്ത് നിന്ന് ഏകദേശം 11 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് മയൂരി നാരി എന്ന ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് കപ്പലിലെ 20 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. 3 പേരെക്കുറിച്ച് വിവരമില്ല. യുഎയിലെ ഖലീഫ പോർട്ടിൽ നിന്ന് ഗുജറാത്തിലെ കാണ്ട്ല പോർട്ടിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ഹോർമുസ് കടലിടുക്ക് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് ആക്രമിക്കപ്പെട്ടത്. മാർച്ച് 11-ന് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഒരു ചരക്ക് കപ്പലിന് നേരെ 2 അജ്ഞാത വസ്തുക്കൾ വന്നിടിച്ചതായി തായ് റോയൽ നേവിയും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും റിപ്പോർട്ട് ചെയ്തു. ചിത്രങ്ങളിൽ നിന്നും മാരിടൈം രേഖകളിൽ നിന്നും ആക്രമിക്കപ്പെട്ടത് തായ്ലൻഡ് പതാകയുള്ള മയൂരി നാരി എന്ന ചരക്ക് കപ്പലാണെന്ന് സ്ഥിരീകരിച്ചു. കപ്പലിന്റെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നമ്പറും കപ്പലിന്റെ ഘടനയും മുൻകാല ചിത്രങ്ങളുമായി ഒത്തുനോക്കിയാണ് ഇത് സ്ഥിരീകരിച്ചത്. മാരിടൈം റെക്കോർഡുകൾ പ്രകാരം പ്രഷ്യസ് ഷിപ്പിംഗ് എന്ന കമ്പനിയുടേതാണ് ഈ കപ്പൽ. തായ് റോയൽ നേവി പുറത്തുവിട്ട ചിത്രങ്ങളിൽ കപ്പലിന്റെ ഉൾഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും കറുത്ത പുക ഉയരുന്നത് കാണാം. കപ്പലിന് ചുറ്റുമുള്ള കടലിൽ ലൈഫ് റാഫ്റ്റുകളും ദൃശ്യമാണ്. ആക്രമണത്തിന്റെ കൃത്യമായ കാരണവും മറ്റു വിവരങ്ങളും നിലവിൽ അന്വേഷണത്തിലാണെന്ന് തായ് റോയൽ നേവി പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ഒമാൻ നാവികസേനയാണ് 20 നാവികരെ രക്ഷപ്പെടുത്തിയതെന്നും ബാക്കിയുള്ള 3 പേർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ ഒമാന്റെ വടക്കൻ തീരത്ത് വെച്ചാണ് സംഭവം നടന്നതെന്ന് മാരിടൈം ട്രാക്കിംഗ് സംവിധാനങ്ങളും സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം ഏതാണെന്ന് ഇതുവരെ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതെങ്കിലും രാജ്യമോ സംഘടനയോ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഒരു അജ്ഞാത വസ്തു കപ്പലിൽ വന്നിടിച്ചതാണ് അപകട കാരണമെന്നും ഇതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും തായ് റോയൽ നേവിയും മാരിടൈം അധികൃതരും അറിയിച്ചു. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന പ്രധാന പാതയായതിനാൽ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് നാവിക ഏജൻസികൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. യുദ്ധം ഊർജ്ജ വിതരണത്തെ തടസ്സപ്പെടുത്തിയേക്കുമെന്ന ആശങ്ക വർദ്ധിച്ചതോടെ യൂറോപ്പിലും യുകെയിലും ഗ്യാസ് വില കുത്തനെ ഉയർന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗത തടസ്സം യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കുമുള്ള ദ്രവീകൃത പ്രകൃതിവാതക വിതരണത്തെ ബാധിച്ചേക്കാം. മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടരുകയും ഹോർമുസ് കടലിടുക്ക് അടച്ചിടുകയും ചെയ്തതോടെ ആഗോള എണ്ണവില കുതിച്ചുയരുകയാണ്. ബുധനാഴ്ച യുദ്ധം 12ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലാണ്. യുദ്ധം കനത്തതോടെ ആഗോള ഫാഷൻ ആഡംബര വിപണിയും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും കടുത്ത യാത്രാ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തതോടെ വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞു. എങ്കിലും ഗുച്ചി, അലയ, സെഗ്ന തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ ദുബായ് മാൾ ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഗൾഫിലെ 950-ലധികം ആഡംബര സ്റ്റോറുകൾ നടത്തുന്ന പ്രമുഖ റീറ്റെയിലർമാരായ ചൽഹൂബ് ഗ്രൂപ്പ് തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷയ്ക്കാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വ്യക്തമാക്കി. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ആഗോളതലത്തിൽ തന്നെ ആഡംബര വിപണി വളർച്ച രേഖപ്പെടുത്തിയിരുന്ന ചുരുക്കം ചില മേഖലകളിലൊന്നായിരുന്നു മിഡിൽ ഈസ്റ്റ് എന്ന് ഫാഷൻ സൈറ്റ് സ്ഥാപകൻ അജിംബർഗ് ചൂണ്ടിക്കാട്ടുന്നു. സിറ്റി ഗ്രൂപ്പിന്റെ കണക്കുകൾ പ്രകാരം ആഗോള ആഡംബര വിപണിയുടെ 5 മുതൽ 6% വരെ പശ്ചിമേഷ്യയിലാണ്. കേൾക്കുമ്പോൾ ചെറിയ സംഖ്യയാണെന്ന് തോന്നാമെങ്കിലും വമ്പൻ ബ്രാൻഡുകൾക്ക് ഇത് നിർണായകമാണ്.